നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്തിൽ ഓഗസ്റ്റിൽ രാജ്യാന്തര വിമാന സർവീസ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യോമയാന വകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വരുന്നവർക്കും പോകുന്നവർക്കും വിമാന കമ്പനികൾക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കുവൈത്തിലേക്ക് വരുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: അറ്റസ്റ്റ് ചെയ്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വിമാനത്താവളത്തിൽ ഹാജരാക്കണം. ക്വാറന്റൈനിൽ കഴിയാമെന്ന സത്യവാങ്മൂലം നൽകണം. വിമാനത്താവളത്തിൽ കോവിഡ് പരിശോധനയ്ക്ക് സന്നദ്ധരാവുക. വിമാനത്തിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും മുൻപ് തന്നെ താപനില രേഖപ്പെടുത്തി അധികൃതരെ കാണിക്കണം. മാസ്കും ഗ്ലൗസും ധരിക്കുക. വിമാന കമ്പനികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി യാത്രക്കാരിൽ രോഗികൾ ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടത് വിമാന കമ്പനികളുടെ ഉത്തരവാദിത്തമാണ്. കോവിഡ് മുക്ത സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് അവ ലഭ്യമാക്കുക. മാസ്കും ഗ്ലൗസും ധരിച്ചെന്ന് ഉറപ്പുവരുത്തുക. ജൂലൈ 9 രാവിലെ 5 മണി മുതൽ ജലീബ് അൽ ഷുയൂഖ്, മഹബൂല എന്നിവിടങ്ങളിലെ ഐസൊലേഷൻ നീക്കാൻ കുവൈത്ത് മന്ത്രിസഭ ഇതിനകം തീരുമാനിച്ചു. 3 മാസമായി തുടരുന്ന ലോക്ക്ഡൌൺ പിൻവലിക്കുന്നതോടെ നിരവധി പ്രവാസി തൊഴിലാളികൾക്ക് ആശ്വാസമാകും ഈ തീരുമാനം. പ്രദേശം വിട്ട് പുറത്തു പോകാൻ കഴിയാത്തതിനാൽ നിരവധി പേരാണ് ഇപ്പോൾ ജോലിയില്ലാതെ ദുരിതത്തിലായിരുന്നത്. കോവിഡ് പ്രതിരോധത്തിനായുള്ള നിയന്ത്രണങ്ങൾ പതിയെ നീക്കി സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. കഴിഞ്ഞ ഏപ്രിൽ 6 മുതലാണ് മഹബൂല, ജലീബ് അൽ ഷുയൂഖ് പ്രദേശങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.